ഈ ജമ്മു കാശ്മീരിൽ ഒരു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവിടെ ലെഫ്റ്റനൻറ്റ് ഭാഗ്യനിർഭാഗ്യമൊന്നുമല്ല, തന്ത്രപരമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തതാണ്. കാരണം അത് ഇവിടെ പലർക്കും കൊള്ളൂ അല്ലേ? സംഭവം ഇതാണ്, അവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഒരു 30% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. സംവരണം 20% പട്ടികജാതി പട്ടികവർഗത്തിന്, പഹാരീസ് ഉൾപ്പെടെയുള്ള ട്രൈബ്സ് ഉൾപ്പെടെയുള്ള പട്ടികവിഭാഗത്തിന് 20%, 10% OBCകൾക്ക് സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനെതിരെ വലിയ സമരമാണ്. മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ സമരമാണ്, കൂടെ കോൺഗ്രസും ഉണ്ട്. ഞാൻ ഒന്ന് വ്യക്തമാക്കാം. ഷെഡ്യൂൾഡ് ട്രൈബ്സ് റിസർവേഷൻ ഇൻക്രീസ് ടു 20%, ഇൻക്ലൂഡിങ് 10% ഫോർ പഹാഡീസ് ആൻഡ് 3 other tribes. അതായത് നേരത്തെ ഉണ്ടായിരുന്നു, അത് എത്ര ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല, അതിൽ നിന്ന് 20% കൂട്ടി. അതിൽ ഈ 10% പഹാഡിക്കും മറ്റ് 3 ട്രൈബ്സിനുമായിട്ട്. 2 അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് OBC റിസർവേഷൻ റേസ് ടു 8%. നേരത്തെ 8-ൽ താഴെയായിരുന്നു, 3-4 ആയിരുന്നിരിക്കണം. അത് 8% ആക്കി. അപ്പോൾ 20 28%. അതിനകത്ത് 15 പുതിയ ജാതികളെ കൂടെ ചേർത്ത് OBC ലിസ്റ്റ് വികസിപ്പിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ ഫലത്തിൽ ഈ SC/ST OBC എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ലേ, ഹിന്ദുക്കൾക്ക് സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു. ആവണമെന്നില്ല കേട്ടോ. കാരണം കാശ്മീരിൽ അതിൻ്റെ ഡീറ്റെയിൽസിന് പുറത്ത് വന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നപ്പോൾ പൊതു ഭാരതത്തിൻ്റെ ഒരു റിസർവേഷൻ നിയമവും അവർക്ക് ബാധകമായിരുന്നില്ല. ഇത് സകല രാഷ്ട്രീയ പാർട്ടിയും നമ്മളിൽ നിന്ന് ഒളിച്ചു പിടിച്ച കാര്യമാണ്. ഇപ്പോഴും ഒളിച്ചു പിടിക്കും, കാണിക്കില്ല. അപ്പോൾ അവിടെ ആർക്കൊക്കെയാണ് സമരം കൊടുത്തത്? ഇപ്പോൾ പഹാഡി എന്ന് പറയുന്നു, പഹാഡിയിൽ മുസ്ലിങ്ങളും ഉണ്ട്. മുസ്ലിങ്ങളെ വേർതിരിച്ച് അങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല. കേരളത്തിൽ ഷെഡ്യൂൾ ട്രൈബിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, ഇല്ലേ? ഷെഡ്യൂൾ ട്രൈബ് മതം മാറി ക്രിസ്ത്യാനി ആയാൽ പോലും അയാൾക്ക് സംവരണം കിട്ടും. ഷെഡ്യൂൾഡ് കാസ്റ്റിന് മറ്റുള്ളവർക്ക് ആണെങ്കിൽ സംവരണം നഷ്ടം. നമ്മുടെ ഇവിടെ മലയാളം ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരുപാട് സിവിൽ സർവീസ് ഓഫീസർമാർ വരെ വന്നിട്ടുണ്ട്. ചിലർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വന്ന കേസും ഉണ്ടായിട്ടുണ്ട്. അതെ, ST ആണ്. കാര്യം എന്താണെന്നറിയാമോ? ഇത് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിച്ച ഒരു ആന്ത്രോപോളജിക്കൽ സ്റ്റഡി ടീമുണ്ട്. അവരാണ് ഇയാളുടെ കുടുംബ പാരമ്പര്യം അന്വേഷിച്ച് പോയിട്ട് ശരിക്കും ഇയാൾ ഷെഡ്യൂൾ ട്രൈബാണോ എന്ന് പരിശോധിക്കുന്നത് അവരാണ്. പരിശോധിച്ച് അവരിത് ഷെഡ്യൂൾ ട്രൈബാണെന്ന് ഉറപ്പ് കൊടുത്തു എന്ന് വയ്ക്കുക. ദാറ്റ് ബിക്കംസ് ഫൈനൽ. ഇത് സുപ്രീം കോടതിയിൽ വരെ ചേഞ്ച് ചെയ്ത്, ഞാൻ പേര് പറയുന്നത് ശരിയല്ല, പ്രൊമിനൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു ഓഫീസറിൻ്റെ കാര്യം സുപ്രീം കോടതിയിൽ വരെ ചലഞ്ച് പോയി. സുപ്രീം കോടതി പറഞ്ഞു, ആന്ത്രോപോളജിക്കൽ സ്റ്റഡിയിൽ എന്ത് കണ്ടോ ദാറ്റ് ഈസ് ഫൈനൽ. അതല്ലാതെ അത് തെറ്റാണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു ആന്ത്രോപോളജിക്കൽ സ്റ്റഡിക്ക് പോകാൻ ശരിയാവില്ല. അപ്പോൾ ആ ആന്ത്രോപോളജിക്കൽ സ്റ്റഡി ഇതിന് വിരുദ്ധമായിട്ട് വന്നു എന്ന് വെച്ചോ, അപ്പോൾ ഇയാൾ കേസുമായിട്ട് വരും. ഈ സ്റ്റഡി ശരിയല്ല, വേറൊരു സ്റ്റഡി വേണം. അങ്ങനെ ഇത് എൻലെസ് ആയിട്ട് പോകും. അതുകൊണ്ട് ആന്ത്രോപോളജിക്കൽ സ്റ്റഡി ഈസ് ഫൈനൽ. ഈ ആന്ത്രോപോളജിക്കൽ സ്റ്റഡി നടത്തുന്ന ആൾക്കാരെ വിലക്കെടുക്കാൻ നിങ്ങൾക്ക് കേരളത്തിൽ പറ്റുമെങ്കിൽ വിലക്കെടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കോ സുനിലിനോ ഷെഡ്യൂൾ ട്രൈബായിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ ദാറ്റ് ഈസ് ദ ഓൺലി മെത്തേഡ് ഓഫ് ചേഞ്ചിങ് യുവർ കാസ്റ്റ് ടു ഷെഡ്യൂൾ ട്രൈബ്. ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഞാൻ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് വെളിപ്പെടുത്താൻ എന്താ കുഴപ്പം? ഞാനായി ഇതുപോലത്തെ ഒരാളിൻ്റെ കാര്യമായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതി എന്ത് പറഞ്ഞെന്നറിയാമോ? ഇയാൾ കാരണം മോഹൻദാസിന് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇയാൾ കാരണം ജോലി നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരട്ടെ, അപ്പം നോക്കാം. ഇതിൽ പൊതു താല്പര്യമില്ല. ഇത് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് സർക്കാരിൻ്റെ പല വലിയ ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവരെ ചലഞ്ച് ചെയ്യുന്നത് പൊതു താല്പര്യമല്ല. പിന്നെന്താ? അതിൽ സ്വകാര്യ താല്പര്യം ഉണ്ടാവാം. നിങ്ങളുടെ ജോലിക്ക് ഇയാൾ ഈ ജോസഫിന് ജോലി കിട്ടി, വാസ്തവത്തിൽ അത് എനിക്ക് കിട്ടുന്നതാണ്, കള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോസഫ് ഇത് വാങ്ങി എന്ന് പറഞ്ഞാൽ ആ കേസ് പരിശോധിക്കാം. അതല്ലാതെ വഴിയെ പോയ മോഹൻദാസ് ദേ അവിടെ ഇരിക്കുന്ന കള്ളനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. ദിസ് വാസ് ദെയർ ലോജിക്. അതിന് പറ്റിയ ജഡ്ജ്മെൻറ്റും ഉണ്ട്. ഈ എല്ലാ കാര്യത്തിനും
ഞാൻ സുനിലിനോട് പറയാറില്ലേ, സംസ്കൃത ശ്ലോകം എല്ലാ കാര്യത്തിലും, അതുപോലെ എന്തിനും ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കിട്ടും. ഒരു സൈറ്റേഷൻ എടുക്കാം. അത്ര പാരാവാരമാണ് സുപ്രീം കോടതി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവരുടെ കുറ്റമല്ല. ഒരു കേസ് വന്ന് അതിൻ്റെ മെറിറ്റിൽ പോകുമ്പോൾ ആ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. ഇതെടുത്തിട്ട് വേറൊരു കേസിൽ നമുക്ക് അപ്ലൈ വക്കീലന്മാർ വാദിക്കും, സാർ സുപ്രീം കോടതി ഇങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജഡ്ജിമാരെന്ത് ചെയ്യും, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വേറൊരു ഫാക്റ്റ് ഓഫ് കേസിലായിരുന്നു. അത് വടയാർ സുനിലിൻ്റെ കേസിലായിരുന്നു. ഇത് മോഹൻദാസിൻ്റെ കേസാണ്. അപ്പോൾ വടയാർ സുനിലിൻ്റെ കേസിലെ ഒരു പ്രിൻസിപ്പിൾ അവർ സെറ്റ് ചെയ്തു, ശരിയാണ്. ഇൻ പ്രിൻസിപ്പിൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ബട്ട് സ്റ്റിൽ വടയാർ സുനിലിൻ്റെ ഫാക്റ്റ് വേറെയാണ്, മോഹൻദാസിൻ്റെ ഫാക്റ്റ് വേറെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ജഡ്ജ്മെൻറ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതി നിറച്ചിട്ടുണ്ട് സുപ്രീം കോടതി. സോ യു വിൽ ഗെറ്റ് എ ജഡ്ജ്മെൻറ്റ് ഫോർ എനിത്തിങ്. അങ്ങനെയാണല്ലോ വാദിക്കും പ്രതിക്കും വേണ്ടി കൊന്നു എന്ന് പറയുന്നതും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണ്, കൊന്നില്ല എന്ന് വാദിക്കുന്നതും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്. എല്ലാത്തിനും അനുയോജ്യമായ വിധിയുണ്ട്. ടി ജി, എനിക്കൊരു സംശയം. നമ്മൾ ഈ ലക്ഷദ്വീപിൽ ലഫ്റ്റനൻറ്റ് ഗവർണർ കുറേ കാര്യമെല്ലാം ചെയ്തല്ലോ. അപ്പോഴേക്ക് എന്തൊരു ബഹളമായിരുന്നു. ഇതുപോലെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഒരു തീരുമാനത്തിനെതിരെ അവിടുത്തെ പ്രതിപക്ഷവും BJP ഒഴികെയുള്ള സകലരും മുസ്ലിം സംഘടനകളും വലിയ സമരത്തിലാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്ത ആണെന്ന് ടി ജി പറയാൻ എന്താ കാര്യം? അതൊരു സെൽഫ് ഡിഫീറ്റിംഗ് അല്ലേ? OBCക്കും ഷെഡ്യൂൾ ട്രൈബിനും സംവരണം കൊടുക്കരുത് എന്നിവിടെ വാദിക്കാൻ പറ്റുമോ കേരളത്തിൽ? അങ്ങനെ കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ സമരം നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇതെന്ത് പോക്കൃത്തരം, ഷെഡ്യൂൾ ട്രൈബിന് റിസർവേഷൻ കൊടുക്കണ്ടേ? 8% ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇങ്ങനെ ചോദിക്കും ഇവിടെ. കാരണം ഇവിടെ 22 ഉണ്ട്. അപ്പോഴാണ് അവിടെ 8. ആ 8 പുള്ളി 20 ആക്കിയത്. അപ്പോഴും 2 കുറവാണ്. അപ്പോഴും 2 കുറവാണ്. ഈ വക ന്യായങ്ങളൊക്കെ വരും. ഇവിടുത്തെ മറ്റേ ജനാധിപത്യ മതേതര ഡിമാല ഗുണ്ടന്മാരുണ്ടല്ലോ, ഇവരൊക്കെ പ്രതിരോധത്തിലാകും. ആ വാർത്ത കൊടുക്കില്ല. അങ്ങനെയാണ് വാർത്തകൾ കൊടുത്തും കൊടുക്കാതെയും ഒരു നരേറ്റീവ് സൃഷ്ടി. അല്ലെ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും OBC അല്ലെങ്കിൽ മറ്റേ പിന്നോക്ക സംവരണം മറച്ചു വയ്ക്കുന്ന ഇത്തരം ഇഷ്യൂസ് മീഡിയ മറച്ചു വയ്ക്കുന്ന. രാഹുൽ ഗാന്ധി കുഴപ്പത്തിലാകുന്നൊരു ഇഷ്യൂ ആരെങ്കിലും, ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയുണ്ട്? വിയറ്റ്നാമിലുണ്ട്. എങ്ങനെ ഈ രാജ്യവ്യാപകമായിട്ട് 7 ദിവസത്തെ ദുഃഖാചരണം നടത്തുമ്പോൾ ഈ മനുഷ്യൻ വിയറ്റ്നാമിൽ പോയത് എന്തുകൊണ്ടാണ്? രാജ്യമല്ലേ ദുഃഖിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങനെ ഹീ ഈസ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഭരണഘടനാ പദവിയാണ്. മാത്രമല്ല അങ്ങനെ പറഞ്ഞത് എന്താ, മൻമോഹൻ സിംഗിൻ്റെ ഗുരുവാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു. മൻമോഹൻ സിംഗിൻ്റെ ജഡം ചിതയിൽ കത്തിത്തീരുന്നതിന് മുമ്പ് വിയറ്റ്നാമിലേക്ക് പോയി. ഈ വിയറ്റ്നാമിലേക്ക് പോയി എന്നുള്ളത് ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? ഇല്ല, റിപ്പോർട്ട് ചെയ്യില്ല. ഈ വടയാർ സുനിൽ ഈ കുശുമ്പ് അന്വേഷിച്ചുകൊണ്ടല്ലേ വിയറ്റ്നാമിൽ നിന്ന് കിട്ടിയത്. നമ്മൾ വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ഞാനുണ്ടായിരുന്നില്ല. എന്ത് വാങ്ങിക്കോട്ടെ, ഞാനുണ്ടായിരുന്നു. അതിനിപ്പോൾ വിയറ്റ്നാമിലാണ് പോയത്. പക്ഷേ എന്തുകൊണ്ട് മലയാള മാധ്യമങ്ങളിൽ അത് വാർത്തയായില്ല? ബിക്കോസ് രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയും വരില്ല. രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ഹോളിഡേ ട്രിപ്പാണ്, ന്യൂ ഇയറിന് പോയത്. പേഴ്സണൽ കാര്യത്തിലല്ലേ. അപ്പോൾ പിന്നെ മൻമോഹൻ സിംഗിനെ ചൊല്ലി കരയാതെയെങ്കിലും ഇരിക്കണം. ഈ 2 കാപട്ടി ഒരു സമയത്ത് കാണിക്കരുത്. ഒരെണ്ണമൊക്കെ മനുഷ്യർ താങ്ങും. പാരലായിട്ട് 2 കാണിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അല്ല, എൻ്റെ സംശയം ഇപ്പോൾ കാശ്മീരിലേക്ക് തിരിച്ചു പോയാൽ അവിടെ ഈ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുത്താൽ അവിടെ എന്താ പ്രശ്നം? അത് മുസ്ലിങ്ങളുടെ കോട്ടയിൽ നിന്നാണിത് പോകുന്നത്. ജനറൽ കോട്ട എന്ന് പറഞ്ഞാൽ മുസ്ലിം കോട്ടയാണ്. അതെ, അവരാണ് അവിടെ ഭൂരിപക്ഷം. അപ്പോൾ അവർക്ക് കുറയും അത്രയും. എന്തുകൊണ്ട് ഈ അപ്പർ ക്ലാസ് ഈ സംവരണത്തെ എതിർക്കുന്നത്? അപ്പർ ക്ലാസ്സിൻ്റെ വിചാരം ഉള്ള ജോലിയെല്ലാം ഇവർക്ക് കൊടുക്കുന്നു, പട്ടികവർഗക്കാർക്കും OBCക്കും കൊടുക്കുന്നു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ റിസർവേഷൻ ഇല്ലെങ്കിലും ഇവന് കിട്ടാൻ പോകുന്നില്ല. കാരണം സർക്കാർ ജോലിയുടെ എണ്ണം ഇത്രയ്ക്ക് ഉള്ളൂ, നമുക്കറിയാമല്ലോ. അതെങ്ങനെയൊക്കെ വീതിച്ചു കഴിഞ്ഞാലും ഇനി അത് മുഴുവൻ എടുത്തിട്ട് ഒരു ജാതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ജാതിയുടെ തൊഴിലില്ലായ്മ ഇല്ലാതാകുമോ? അതുമില്ല. ഒരു പെർസീവ്ഡ് ത്രെറ്റും ഫൈറ്റുമാണ് ഈ സംവരണത്തെ ചൊല്ലി. ബട്ട് ദാറ്റ് പെർസെപ്ഷൻ ഇസ് ദെയർ ഇൻ കാശ്മീർ ഓൾസോ. അപ്പോൾ മുസ്ലിങ്ങളുടെ ഷെയർ കുറയുന്നു. ഇവരുടെ 8 നിന്ന് 20 എന്ന് പറയുമ്പോൾ 12% കൂട്ടിയില്ലേ? അപ്പോൾ ജനറൽ എന്ന് പറയുന്നത് അവിടെ മുസ്ലിംസ് മാത്രമാണ്.
മാത്രമല്ല ഭൂരിപക്ഷം വളരെ കുറവ് ഹിന്ദുക്കളുണ്ട്. ഡോഗ്രാസ് ഒക്കെ ഹിന്ദുക്കളായിട്ടുണ്ട്. ബട്ട് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ്. അല്ല, എൻ്റെ ഒരു സംശയം, ഇത് റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സത്യത്തിൽ സംസ്ഥാന മന്ത്രിസഭയല്ലേ തീരുമാനിക്കുന്നത്? ലഫ്റ്റനൻറ്റ് ഗവർണർ എന്തിനാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അത് നിങ്ങൾ വിചാരിക്കുന്നൊരു സംസ്ഥാനമല്ല കാശ്മീർ. അതിനങ്ങനെ ഒരു സംസ്ഥാന പദവി ആയിട്ടില്ല. ലഫ്റ്റനൻറ്റ് ഗവർണറുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പോലീസ് ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം, ഒമർ അബ്ദുള്ളയ്ക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടി കൊണ്ടുവന്നിരിക്കുന്ന, ഭരണഘടനാ ഭേദഗതിയോടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏർപ്പാടാണ് കാശ്മീർ എന്നുള്ള യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഞാൻ കണ്ടത് അത് അന്നും വിമർശനം ഉണ്ടായി. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം പ്രാക്ടിക്കലി ഗവർണർ ഭരണത്തിന് കീഴിൽ ഒരു മന്ത്രിസഭ വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അതാണ് ഒമർ അബ്ദുള്ള. അല്ല, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് കൂടെ കാണുന്നുണ്ട്. ഒമർ അബ്ദുള്ള സമരത്തിന് എതിരെ ഒന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകൻ സമരത്തെ നയിക്കുന്നുണ്ട്. അല്ല, ഈ ഒമർ അബ്ദുള്ളയ്ക്ക് വൈകിയായിട്ടാണെങ്കിലും കുറച്ച് വിവേകപൂർവ്വം പെരുമാറുന്നൊക്കെ ഉണ്ട് ഒമർ അബ്ദുള്ള. അത് ഇനി ഒരുപക്ഷെ അതൊരു വേറൊരു തന്ത്രമാണോ എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് കേന്ദ്ര സർക്കാരും വളരെ സൂക്ഷിച്ചാണ് കാശ്മീരിനെ കൈകാര്യം ചെയ്യുന്നത്. ഒരു നോൺസെൻസും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ല, ഒമർ അബ്ദുള്ളയും വളരെ പ്രോഗ്രസീവാണ്. അസംബ്ലി കൂടിയപ്പോൾ 370 പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടില്ല. മുഫ്തിയുടെ പാർട്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടും അങ്ങനൊരു പ്രമേയം കൊണ്ടുവന്നില്ല. അല്ല, അപ്പോൾ അങ്ങർക്കറിയാം ഈ 370 തിരിച്ചു വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ ദോഷമേ ചെയ്തിട്ടുള്ളൂ എന്നറിയാം. 370 ഒരു വൈകാരികമായ ഇഷ്യൂ ആക്കി കോൺഗ്രസും മറ്റ് പാർട്ടികളും മാറ്റി എന്നുള്ളതല്ലാതെ 370 കൊണ്ട് കാശ്മീരിന് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. കാശ്മീരിൽ ഇന്ത്യൻ പീനൽ കോഡ് ആപ്ലിക്കബിൾ ആയിരുന്നില്ല, അറിയാം. രൺബീർ പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പാരലാണ്. ബട്ട് സ്റ്റിൽ IPC ആപ്ലിക്കബിൾ ആയിരുന്നില്ല. രൺബീർ പീനൽ കോഡ് വെച്ചിട്ടാണ് അവിടെ വിധി നടന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീർ ഹൈക്കോർട്ടിൽ കഴിഞ്ഞ ആഴ്ച ബുർഖ അണിഞ്ഞൊരു വക്കീൽ വന്നു. ഹൈക്കോടതി ജഡ്ജി ഞെട്ടിപ്പോയി. ഇതെന്താ, ആരാ നിങ്ങൾ? ഞാൻ വക്കീലാണ്. വക്കീലാണെന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ കംപ്ലീറ്റ് കറുപ്പിട്ട് മൂടിയിരിക്കുന്നു, നിങ്ങൾ വക്കീലാണെന്ന് പറയുന്നു. നിങ്ങളുടെ മുഖം കാണണമെന്ന്. എനിക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം കാണിക്കാൻ പറ്റില്ല. ജഡ്ജി പറഞ്ഞു നടക്കില്ല. കേസ് മാറ്റിവെച്ചു. രജിസ്ട്രാർക്ക് ജഡ്ജി ഉത്തരവിട്ടു ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇവരാർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേഷത്തിൽ കോടതിയിൽ വരാം. വക്കീലന്മാരുടെ വേഷം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മറ്റ് വേഷത്തിൽ വന്നുകൂടാ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ വേഷത്തിൽ വരുന്നു. പിന്നെ മൗലികാവകാശം എക്സെട്ര എക്സെട്ര. അവസാനം രജിസ്ട്രാർ ഇത് അന്വേഷിച്ചു, ബാർ കൗൺസിലിൽ അന്വേഷിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജഡ്ജിക്ക് റിപ്പോർട്ട് കൊടുത്തു, ഇല്ല, ഈ യൂണിഫോമിൽ തന്നെ വരണം വക്കീൽ, അല്ലെങ്കിൽ പാർട്ടി ഇൻ പേഴ്സൺ ആയിരിക്കണം. പാർട്ടി ഇൻ പേഴ്സൺ ആണെങ്കിലും മുഖം മറയ്ക്കാൻ പറ്റില്ല, മുഖം കാണണം. അപ്പോൾ അവരിപ്പോൾ കേസ് വേറെ ആരെ ഏൽപ്പിക്കുമോ അങ്ങനെ എന്തോ ചെയ്തിരിക്കുകയാണ്. ഈ പരിപാടിയൊക്കെയാണ് കാശ്മീരിൽ നടക്കുന്നത്. ഏതായാലും കാശ്മീരിലൊരു വിദ്യാർത്ഥി സമരം നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ളത് പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിമുകൾക്ക് വേണ്ടി ഹിന്ദുക്കൾക്ക് സംവരണം കിട്ടുന്നതിന് എതിരെയുള്ള സമരമാണ്. അതിനെ സഹായിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇനിയും ഇതറിയാൻ സാധ്യതയില്ല. അവരുടെ ഒരു താല്പര്യമുണ്ട്. ഞാൻ അത് കുറ്റം പറയല്ല. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ വിചാരിക്കുന്നത് ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, 24 ഇതെല്ലാം പ്രൈവറ്റ് ചാനലുകളാണ്. എന്ത് ക്ലെയിമാണ് വടയാർ സുനിലിന് അവർ ഈ വാർത്ത കാണിക്കണം അല്ലെ കാണിക്കരുത്? അവരുടെ ഇഷ്ടമാണ്. പ്ലാറ്റ്ഫോം. അവരങ്ങനെ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, പറയുന്നില്ലല്ലോ. ഇല്ല, അവർ പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് മാറ്റർ ഓഫ് കോമൺ സെൻസ്. ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണ്, സത്യസന്ധമാണ്, വാർത്തയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് തന്നെ എന്നൊക്കെയല്ലേ പറയും. അതൊക്കെ ഇങ്ങനെ തട്ടിവിടുക മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഞാനൊരു സോപ്പിറക്കി കഴിഞ്ഞാൽ ഈ സോപ്പിട്ട് കുളിച്ചാൽ ജീവിതകാലം മുഴുവൻ നല്ല തിളക്കത്തോടെ ഇരിക്കാം എന്നൊക്കെ പറയും. ആ സോപ്പിട്ട് അവസാനം ചൊറിയൊക്കെ പിടിച്ച് മനുഷ്യ ഇതാണ് ഇപ്പോൾ. അതൊക്കെ പരസ്യത്തിന് വേണ്ടി പറയുന്നതാണ്. ബേസിക്കലി ഇവരെല്ലാം പ്രൈവറ്റ് കമ്പനികളാണ്. പത്രങ്ങളും പ്രൈവറ്റ് ഓണർഷിപ്പാണ്. അവർക്ക് ഇഷ്ടമുള്ള വാർത്ത അവർ കൊടുക്കും, ഇഷ്ടമില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയാസ് അതും പ്രൈവറ്റ് ആണല്ലോ. പക്ഷേ നമ്മൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് താല്പര്യമുള്ളതാണ് നിങ്ങളും പറയുന്നത്. യു ഓൾസോ ഹാവ് എ പോളിസി അല്ലേ? അല്ലാതെ സത്യം മാത്രം വിളിച്ചു പറയുമെന്ന് പറഞ്ഞാൽ എല്ലാ സത്യവും സോഷ്യൽ മീഡിയയിലും വിളിച്ചു പറയാറില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലേ
ഈ യൂട്യൂബ് ചാനൽ ഇത് ഇടതുപക്ഷത്തിൻ്റെയാണ്, ഇത് സംഘി ചാനലാണ്, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയുന്നത് നമ്മൾ സംഘീയ ആയതുകൊണ്ടോ ഇടതുപക്ഷം ആയതുകൊണ്ടോ അല്ലല്ലോ, നമ്മൾ ഫാക്റ്റ് പറയുന്നു. അല്ല, ഫാക്റ്റാണ്. പക്ഷേ ഈ ഫാക്റ്റ് സംഘികൾ മാത്രമേ പറയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഇത് സംഘി ചാനലാവും. അതങ്ങനെ, പക്ഷെ എല്ലാവരും പറയേണ്ടതല്ലേ. കാശ്മീരിലൊരു സമരം നടക്കുന്നു, അത് SC/STക്കും OBCക്കും സംവരണം കൊടുത്തത് അത് പറയാൻ. അപ്പം മനസ്സുള്ള, അപ്പം നമ്മൾ കൊടുക്കുന്നവരെ നിങ്ങൾ ചാപ്പ കുത്തരുത്. എന്തുകൊണ്ട് ചാപ്പ കുത്തരുത്? കാരണം ഈ കാര്യം പറയാൻ പൊതുവേ തയ്യാറാവുന്നത് സംഘികളാണ്. അതുകൊണ്ട് സംഘി ചാനലായി. പണ്ട് നേര് പറയുന്നവനെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പോലെ അത് വേണമെങ്കിൽ അത് ഭാഷാപരമായിട്ടൊരു താരതമ്യം എന്ന് പറയാം. പണ്ട് നേര് പറയുന്നവനെ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, നുണ പറയുന്നവനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ സ്വയം രക്ഷിക്കാനായിട്ട് അതിന് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. എന്തു വാങ്ങിക്കോട്ടെ, ആ ഭാഷ പ്രയോഗം അനുസരിച്ചാണെങ്കിൽ ഇത് ശരിയാണ്. ഏതായാലും നമ്മളിത് ഈ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനിയെങ്കിലും ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അല്ല, കാണുകയും കേൾക്കുകയും ചെയ്യും, പക്ഷെ അത് ഇഷ്യൂ ആക്കില്ല. പറയില്ല, ഇഷ്യൂ ആക്കില്ല. അവരൊരു കണ്ണ് വയ്ക്കും അതിൽ. കാരണം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ പോകും എന്നൊക്കെ അറിയാനായിട്ട്. എന്നിട്ട് ഇത് യഥാർത്ഥത്തിൽ ഇതൊരു പൊട്ടിത്തെറി ആകുകയാണെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ ഈ വാർത്ത കൊടുത്തിരുന്നു എന്ന ഭാവത്തിൽ കൊടുക്കും, സംസാരിക്കാൻ തുടങ്ങും. അതൊക്കെയാണ് മാധ്യമങ്ങളുടെ തന്ത്രം. നമ്മളിത് ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.